നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ഇപ്പം നമ്മുടെ കടത്തനാട് ചാനലിൽ വീണ്ടും നമ്മുടെ മടപ്പള്ളി കോളേജിലേക്ക് എത്തിയിരിക്കുകയാണെന്നല്ലേ? അതുകൊണ്ട് വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ആ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ കോളേജ് വിട്ട ടൈം ആയതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം എന്ന് വെച്ചാൽ ആ എണ്ണം കുറേ മാത്രമല്ല, ക്ലാസ് വിട്ടിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം ആരെയും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വിളിച്ചു, ഞങ്ങളുടെ കോളേജിലേക്ക് വീണ്ടും വരണം എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ മടപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇനി മടപ്പള്ളിയിൽ തന്നെയാണ് ഈ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും അവിടെ പങ്കെടുക്കാത്ത ഒരുപാട് പേരുണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഗെയിം കൊടുക്കണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഡയലോഗൊക്കെ മാറ്റി നമ്മൾ ചെറിയൊരു വേർഡ് പറയാണ്, നമ്മുടെ ഒരു കുസൃതി വേർഡാണ്. ആ വേർഡ് കറക്റ്റായിട്ട് പറയുന്നവർക്കാണ് സമ്മാനം. ഒരു എപ്പിസോഡിൽ നല്ലൊരു സമ്മാനമുണ്ട് കടത്തനാട് ചാനൽ നൽകുന്ന. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്കറിയാം ബാക്കിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഇവിടെ അവിടെയൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കോളേജിൽ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടീം, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ മടപ്പള്ളി ടീമിലെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ റെഡി ആയി നിൽക്കുന്നത്. എന്തായിരിക്കും എല്ലാതൊരു ആകാംക്ഷ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? അതൊന്ന് പരിചയപ്പെടാം. പേര് പറ. അമൽദാസ്, ആദർശ്, നിതിൻ, ശരത്, അഞ്ജലി, ജിൻസി, അഭിന. എന്താണ് നിങ്ങളുടെ കോളേജിൽ വന്നപ്പോൾ ഗേൾസിനൊക്കെ വരാൻ ഒരു മടി? എന്ത് പറ്റി? നാണോ? ഇങ്ങനെ ഈ നാണുള്ള ആളാണോ ഇങ്ങനെ നാണെന്ന് പറയുന്നത്? അതില്ലാത്തവരല്ലേ പറയല്ലേ നാണം ഉണ്ട് എന്ന്? എന്തുപറ്റി? എല്ലാ ഗേൾസും ഇങ്ങനെ തന്നെയാണോ? അല്ല, മാത്രമേ ഉള്ളല്ലേ? ഏത് ഇയറാ നിങ്ങള്? സെക്കൻഡ് ഇയർ അല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തം? എങ്ങനെ പോകുന്നു? നന്നായിട്ടുണ്ട്. സീനിയർ ആവാൻ, അതായത് സൂപ്പർ സീനിയർ ആവാനുള്ള സമയമായി അല്ലേ? അപ്പൊ നിങ്ങളുടെ സീനിയേഴ്സിന് യാത്രയാക്കാനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയോ? തുടങ്ങി. സെന്റ് ഓഫ് മനസ്സിലായി. അതിലെന്തെങ്കിലും എന്താ പറയാ, എന്താണ് അതിൽ സ്പെഷ്യലായിട്ട്? എന്താണ് സെന്റ് ഓഫില്? നല്ല ഫുഡ് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ? അപ്പൊ നിങ്ങൾ ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പോവോ കഴിക്കാൻ വേണ്ടിട്ട്? അതെങ്ങനെയുണ്ട് നിങ്ങളുടെ ഇപ്പൊ ഫസ്റ്റ് ജൂനിയറിൽ നിന്നും മാറി ഇനി അടുത്ത സെക്കൻഡ് ഇയറിലേക്ക് വരുന്നു അല്ലേ? എന്ത് തോന്നുന്നു? അടുത്ത ജൂനിയേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജൂനിയേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കണ്ടിരിക്കുകയാണ് അല്ലേ? സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. സ്വപ്നം കാണാൻ നമുക്ക് കൂടെ കുട്ടികൾ ഇവിടെ വേറുണ്ട്. എങ്ങനെയുള്ള ജൂനിയേഴ്സ് ആവണമെന്നാണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്? നല്ല എല്ലാത്തിലും ആക്റ്റീവ് ആയിട്ടുള്ള, പിന്നെ സ്പോർട്സിലായെങ്കിലും കലാപരിപാടിയെങ്കിലും എല്ലാത്തിലും. പഠിത്തം മാത്രം പോരാ, കുറച്ച് കളിയും വേണോ പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ള. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ എന്താ പറയാ അങ്ങനത്തെ ഒരു ജൂനിയേഴ്സ് വരട്ടെ അല്ലേ? ഓക്കെ. എന്ത് പറ്റി മുഖത്തൊരു അപ്പോഴത്തേക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്തായിരിക്കുമല്ലേ ആ ഒരു ഇതെന്ന് അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു ചെറിയൊരു ഗെയിം വരാം. ഒരു കുസൃതി വേർഡ് പറയും. ആ ഒരു കുസൃതി വേർഡ് നിങ്ങളുടെ ഈ എപ്പിസോഡിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പറയുന്നവർക്കാണ് സമ്മാനം. നല്ല സമ്മാനമുണ്ട്. അല്ല, ഞാൻ എന്തായാലും ഇവിടെ ഞാൻ അടുത്തുണ്ടായതുകൊണ്ട് ഇവിടെ തന്നെ തുടങ്ങുള്ളൂ. ഇത്ര വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. അല്ല, അതന്നെ നമ്മൾ കേൾക്കാത്ത പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പൊ എപ്പോഴും കേട്ടതാവുമ്പോ നിങ്ങൾക്ക് പറയാം റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. വാളിയില്ലേ? റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. നിങ്ങൾ ജൂനിയേഴ്സ് കണ്ടോണ്ടിരിക്കട്ടെ, അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ സീനിയേഴ്സ് എങ്ങനെയൊക്കെ അടിച്ച് എന്താ പറയാ തകർത്തു നോക്കും അവര്. റെഡ് ബൾബ്. തുടക്കം തന്നെ പഴച്ചു അല്ലേ? റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ്. ഓക്കെ, കുഴപ്പമില്ല. അത് നല്ല കൈയടി കൊടുത്തത്. സമ്മാനം ഇപ്പൊ ഞാൻ തരുന്നില്ല. ഇനിയും നമുക്ക് ഈ എപ്പിസോഡിൽ 2 ഗ്രൂപ്പും കൂടി പരിചയപ്പെടാണ്ട്. അവരിതിലും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും സമ്മാനം ഉണ്ടാവും. പോര് തരുന്നു. റെഡ് ബൾബ്,
റെഡ് ബ്ലൂ റെഡ് ബ്ലൂ റെഡ് ബ്ലൂ. ഒരു രക്ഷയില്ലല്ലേ? ഏറെ എന്താ പറയാ, നിങ്ങൾ ഈ സംസാരം മാത്രമേ ഉള്ളൂ, ആവശ്യത്തിനൊന്നും പറ്റില്ല അല്ലേ? എന്താ പറയാ, നമ്മൾക്ക് വല്ല മുണ്ടും ഷർട്ടൊക്കെ എടുക്കണ ചിത്തി നടക്കാൻ കുഴപ്പമില്ലല്ലേ? ഇതുപോലെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതാ നിങ്ങൾ വരുന്നത് തന്നെ പേടിച്ചേ. പേടിക്കരുത്, നിങ്ങൾ കോളേജിലത്തെ പിള്ളേരല്ലേ. ഇതൊക്കെ ഒരു എന്താ പറയാ, എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. പിന്നെ ഒരു പാട്ട് നിങ്ങളുടെ ടീമെന്ന്. റിയാലിറ്റി ഷോ ഒന്നല്ല, ഒരു രണ്ടുപേര് പാട്ട് പാടില്ല. കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പാട്ട്. കാറ്റാടിത്തണലും തണലെത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊടി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ നിറനാഴിലായി. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴിയിലായി. മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം. ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം. വളരെ സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടതിൽ. നല്ലൊരു കോമഡി സീൻ വെച്ചുതരാം. ആർക്കാണ് ഒരു സാറിന്റെ പേര് പറ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാറിന്റെ പേര്. ഡെഡിക്കേഷൻ. ജിനീഷ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞ പോലെ ഇവരുടെ ഫേവറേറ്റ് സാറായ ജിനീഷ് സാറിന് വേണ്ടിയിട്ട് നല്ലൊരു കോമഡി സീൻ ഇതാവും. എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിച്ച് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ, ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ വീരത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല. അതിനു മുമ്പേ പൂച്ച പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഉടക്കി സ്വാമി. അനാഥമാക്കല്ലേ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി.
അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിന് മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ? എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാൻ വയ്യെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ, എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ച് ഉടച്ചത്? ബ്ലഡി ഫൂൾ. തേങ്ങ ആരോടച്ചല്ലാത്തടാ? എന്നാ പിന്നെ തനിക്കോടെ തേങ്ങ മേടിച്ച് ഉടച്ച പോലെ. അപ്പം എന്തായാലും നമ്മുടെ കഴിഞ്ഞ കോമഡീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, മടപ്പള്ളി കോളേജിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ കുറച്ച് ടീമിനെ നമ്മൾ കണ്ടു, പരിചയപ്പെട്ടു, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. കോളേജില്ലേ, ഇതേപോലത്തെ കൂട്ടം ഒരുപാടുണ്ടാവും. അപ്പം ഈ ഒരു ഗ്യാങ്ങിനെ നമുക്ക് പരിചയപ്പെടാം. പേര്? അരുൺ, വൈശാഖ്, സവിത്, സ്നേഹിത്, വിനീത്, അശ്വന്ത്, വിഷ്ണു, ഗോകുൽ. എല്ലാവരും ഏരിയടാ? നടപ്പും ഏതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സീനിയേഴ്സിനെ പോലെ ഉണ്ടല്ലോ. എന്ത് പറ്റി? സന്തോഷത്തില തോന്നില്ല. അടുത്ത ജൂനിയേഴ്സ് വരുന്നല്ലേ അല്ലേ? എക്സാം ഉള്ളതുകൊണ്ട് നല്ല സന്തോഷത്തില. എക്സാമിന്റെ ആ ഒരു സങ്കടം മാറണമെങ്കിൽ നമ്മൾ അടുത്ത ഒരു എക്സാം കഴിഞ്ഞാൽ നമുക്ക് കുറെ ജൂനിയേഴ്സ് വരും. ആ ഒരു കാര്യം ആലോചിച്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സങ്കടം പോവില്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് വേണ്ടി റാഗിയാണ്. ൊന്നും പറയണ്ട, നമ്മൾ സ്നേഹത്തോടെ ഒരു കാര്യം പറയും. അങ്ങനെ മതി. റാഗിങ് ഇല്ല, റാഗിങ് നിരയിച്ചു. സ്നേഹിക്കണം. സ്നേഹത്തോടെ ചേട്ടന്മാർക്ക് പാട്ട് പാടിത്തരാ, സ്നേഹത്തോടെ എന്തെങ്കിലും ചായ ഉണ്ടാക്കി തരാം അല്ലെ, അങ്ങനെയൊക്കെ മതി. അല്ലാണ്ട് റാഗ് കഴിക്കരുത് കേട്ടോ ഒരിക്കലും. റാഗിന്റെ അർത്ഥമാണ് മാറ്റിയതാ. ഡിക്ഷണറി മീനിങ് മാറ്റിയെടുത്തത്. അത് എല്ലാ കോളേജിലും അങ്ങനെ തന്നെയാണ്, ഇവിടെ മാത്രമല്ല. എല്ലാം സ്നേഹത്തോടെയാണ്. തെറി പറയുകയാണെങ്കിൽ പോലും സ്നേഹത്തോടെയാണ്. അത്രേ ഉള്ളൂ. ചെയ്തോണ്ടിരിക്കുന്നതാണല്ലോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം നിങ്ങളുടെ ക്യാമ്പസ് ലൈഫ് അവസാനിച്ചില്ലേ? എന്ത് തോന്നുന്നു? സൂപ്പർ സൂപ്പർ. ഇതേപോലെ തന്നെ ഇനി അടുത്ത വർഷങ്ങളിൽ അതിലും ഇതിലും ബെറ്റർ ആണ് വിശ്വാസം. കാരണം ഫസ്റ്റ് ഇയേഴ്സും കൂടി കടന്നു വരുമ്പോ നമ്മള് കളി മാറ്റി സന്തോഷം ഇരട്ടിയാവും അല്ലെ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വർഷം ഇപ്പൊ ക്യാമ്പസ് മടപ്പള്ളി കോളേജിൽ തന്നെ ആയിരുന്നു അല്ലെ നിങ്ങളുടെ ലൈഫ് മൊത്തം. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഷെയർ ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. വെൽക്കം പാർട്ടി ഒന്നുമില്ല. ഡാൻസ് കളി, ഡ്രസ്സൊക്കെ മാറ്റി ഒരു അസല് പെണ്ണാക്കി എടുത്തു. പിന്നെ മായാമോഹിനെ വെട്ടിക്കോ? അവൻ മായാമോഹിന് ആക്ച്വലി പാട്ട് പാടി ഡാൻസ് ചെയ്താണോ അതോ ജസ്റ്റ് ഒരു പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത് വെറുതെ ഒരു ഡെലിവൻ അതന്നെ അവസാന ഡാൻസ്. പാട്ട് ഏതാന്ന് ഓർമ്മയില്ല, പാട്ടൊന്നും ഓർമ്മയില്ല. അതെന്തായാലും ഞാൻ ഒരു ചെറിയ ഗെയിം വരാം വീട്ടേക്ക്. ഒരു ശ്രുതി വേർഡ് പറയും. ആ ഒരു വേർഡ് ഈ പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് പറയുന്നവർക്കാണ് സമ്മാനം. നല്ലൊരു സമ്മാനമുണ്ട്, നിങ്ങൾക്ക് പറ്റിയ സമ്മാനം തന്നെയാണ്. അപ്പോ കഴിഞ്ഞ ടീം ഒരു കുട്ടി കുഴപ്പമില്ലാണ്ട് പറഞ്ഞ് അവരെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും സമ്മാനം. റെഡി അല്ലേ? അതായത് ചന്തുവിനെ തോൽപ്പിക്കാനാവുന്ന മക്കൾ അതല്ല, അത് നമ്മൾ പിന്നെ ചോദിക്കാം. നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റെഡ് ബൾബ് ബ്ലൂ ബൾബ്, അത് സ്പീഡിൽ നല്ല ഫ്ലോയില് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നവർക്കാണ് സമ്മാനം. റെഡി? അതെന്ന് വെച്ചാൽ ആരാണോ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങളെ ഒരു എപ്പിസോഡിൽ പറയുന്ന അവർക്കാണ്. അത് നിങ്ങൾ അത്രയും വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിൽ ഉള്ളിൽ മെച്ചം ആരാണ് അവർക്കാണ് സമ്മാനം. എന്തായാലും സമ്മാനം കൊടുക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു നോക്കുക നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ആ ഒരു കഴിവ് അനുസരിച്ച്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 ബൾബ് റെഡ് ബൾബ് അല്ലെ? രണ്ട് ബൾബിൽ നിന്നു റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ് ബ്ലൂ ബൾബ്,
രക്ഷയല്ല. അപ്പം നിങ്ങള് ഇപ്പോഴും നമ്മുടെ ഗേൾസ് തന്നെ ഉണ്ടാവും മുന്നിൽ നിൽക്കുന്ന ഈ ഒരു കാര്യത്തിൽ. അത് കുഴപ്പമില്ലല്ലേ, ബാക്കി എല്ലാത്തിലും നമ്മൾ മുന്നിലുണ്ടല്ലോ അല്ലെ. ഇത് അവർക്ക് വിട്ടുകൊടുത്ത് ഇത് വിട്ടുകൊടുക്കാല്ലേ. വെട്ടിക്കണം നമുക്ക് ഒരു നല്ലൊരു അടിച്ചുപൊളി, ഒരു ക്യാമ്പസ്, ഒരു അടിച്ചുപൊളി, ഒരു പാട്ട് എല്ലാരും കൂടിയിട്ട് ഒരു രസമായിരുന്നു. പരളി 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 പൂവാലി പരളി പരളി ഇന്നലെ നേരത്തെ പരളി വെള്ളത്തിലാണല്ല. പരളി 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 പൂവാലി പരളി പരളി ഇന്നലെ നേരത്തെ പരളി വെള്ളത്തിലാണല്ല. എന്നമ്മോ കെട്ടുകൾ പൊട്ടിച്ചു പരളി 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 പൂവാലി പരളി ഇന്നലെ നേരത്തെ പരളി വെള്ളത്തിലാണല്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഇവരുടെ നാടൻ പാട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പാടി. അപ്പൊ എന്തായാലും നല്ലൊരു കൈയ്യടി നിങ്ങൾ തന്നെ എല്ലാവരും കൂടി. അപ്പൊ നമ്മൾ തന്നെ പാടുവഴി നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിച്ചില്ലേ, അത് കാണാൻ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്തായാലും നല്ലൊരു കോമഡി സീൻ വെച്ചുതരാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക്, ഒരു സാറിന് ഡെഡിക്കേറ്റ് ചെയ്യാം. മലയാളത്തിന്റെ ഹിന്ദി. അപ്പൊ എന്റെ ടീച്ചർ ചോദിക്കില്ല എന്താ പറ്റില്ല ഒരാള്. അപ്പൊ എന്തായാലും ഇവര് പറഞ്ഞ പോലെ ഇവരുടെ സാറായ രാജേന്ദ്രൻ സാറിന് വേണ്ടിയിട്ട്, മലയാളം ഡിപ്പാർട്ട്മെന്റ് അല്ലെ, രാജേന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് നല്ലൊരു കോമഡി സീൻ ഇതായിരുന്നു. ഹലോ, ഞാൻ ശംഭുവാണ്, ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്. അങ്ങ് ചിറാപുഞ്ചിന്ന് തീവ്രവാദ വിരുദ്ധ പരിശീലനം കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ലാൻഡ് ചെയ്തേ ഉള്ളൂ. ഹലോ ഹലോ അല്ല സ്റ്റാർ സിംഗർ അല്ലേ? എന്റെ പേര് PC വാസു. ഓ, തുടങ്ങി. രഞ്ജിനിയാണോ? രാജനോ? അപ്പോഴേ രാജ, ഈ രഞ്ജിനി നമ്മളെ കെട്ടിപ്പിടിക്കണമെങ്കിൽ ഏത് റൗണ്ട് വരെ എത്തണം? ഹലോ, ഏത് ഫ്ലാറ്റിലാന്ന് പറഞ്ഞ? അതെ, എന്റെ പരിശീലനമൊക്കെ കഴിഞ്ഞു, ഞാൻ റെഡിയാണ്. ഫ്ലാറ്റോ? എനിക്ക് പാടാൻ പറ്റിയ പാട്ടുകളെ ഞാൻ പാടുള്ളൂ. ഒരു 3 പാട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹരിമുരളീരവം, പ്രഥമവനം, അല്ല പ്രമദവനം, പിന്നെ ഗംഗേ. അപ്പോ ഗംഗ വെച്ച് പിടിച്ചേക്കാം. ഉറപ്പായിട്ട് വെത്തും. ഗംഗേ ഇതെന്താ സാർ, ഞാനും പാട്ട് പാടിയല്ലേ? ഞാൻ കരുതി ജന്നിയുടെ തുടക്കം തന്നെ ആയിരിക്കും. കമാൻ സ്റ്റാർട്ട് ചേസ്. വേണമെങ്കിൽ കമാൻ. സാറേ, ഇതെന്തുകൊണ്ട് വേഷമാണ് സാറേ? ഒന്നാമത് ഭയങ്കര ഉഷ്ണമാണ്, ഒരു സർക്ക് സാറെ പോലെ. ഞാൻ പോകട്ടെ. നമ്മൾ ആരെ പിടിക്കാനാണ് ഈ ഫ്ലാറ്റിലോട്ട് പോകുന്നത്? തീവ്രവാദികളെ ആണല്ലോ. അല്ലാതെ നിന്റെ അമ്മായിയമ്മ പിടിച്ചോണ്ട് വരാനല്ലല്ലോ. എടാ, ഒരുപക്ഷെ തീവ്രവാദികളുടെ വെടികൊണ്ട് നീ ചത്തുപോണെങ്കിൽ ഈ ബനിയന്റെ കളർ വെച്ച് നിന്റെ ബോഡി തിരിച്ചറിഞ്ഞൂടെ? ഓ സാർ, അങ്ങനെ ചാവണമെങ്കിൽ ഈ ബനിയന്റെ അടയാളം വെച്ച് എനിക്കും തിരിച്ചറിയാം. ഓക്കെ, ഇടോ, നമ്മൾ തീവ്രവാദികളെ പിടിക്കാൻ പോകുമ്പോ വെറുതെ അങ്ങ് കയറി പോകരുത്. ഇടാ, അതിനൊരു നയമുണ്ട്, ഒരു ചിട്ടയുണ്ട്. എന്നെ നോക്കൂ, തോക്ക് ഇങ്ങനെ പിടിക്കുക, വെറുതെ ഇങ്ങനെ നോക്കുക. സിനിമ കണ്ടിട്ടില്ലേ? അങ്ങനെ ഇങ്ങനെ 2 വട്ടം നോക്കിട്ട് ഇങ്ങനെ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ല സാറേ, നേരത്തെ ആരുണ്ടായിരുന്നില്ല ഇവിടെ. ഇവിടെ ആരുമില്ല, എന്നാലും നമ്മൾ അങ്ങനെ പോകാവൂ. അത് ശരി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. സാറ് കേറിക്കോ. ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. സത്യമായിട്ടും കാണിക്കൂല, പറയല്ലേ മാമനല്ലോ, എന്നെ തല്ലോട്ടാ. നമ്മൾ തീവ്രവാദി പിടിക്കാനാണ് പോകുന്നത് കേട്ടാ, അത് ഓർമ്മ വേണം. ഓക്കെ സാർ. എന്താ സാർ സിഗ്നലിനോടത്തെ? അവന് മനസ്സിലായി, നിനക്ക് മനസ്സിലായില്ല സാർ? ഇവിടെ 4 ഇഡ്ഡലി 3 പരിപ്പോട 2 പഴംപൊരിയുന്നു. നല്ല വിശപ്പുണ്ട്. ഓക്കെ, എനിക്കും. ഇനി വന്നോ. തീവ്രവാദികളെ പിടിക്കാൻ നമ്മൾ അകത്ത് കയറുമ്പോൾ നമ്മൾ കരണം മറിഞ്ഞു വേണം പോകാൻ. അതെന്തിനാ സാറേ കരണം മറിയണത്? ഇവിടെ അകത്ത് കുഴിബോംബ് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അലർട്ട്. ആരും അകത്തുണ്ട്, ശരിക്കും അലർട്ടായിരിക്കണം. എനിക്ക് തല ഇറങ്ങണേ സൂപ്പർ ആയിട്ടുണ്ട്.
ഒന്നുകൂടെ കാണിക്കോ? വാ കണ്ടില്ല. ഒന്നുകൂടി കാണിക്കും സാർ, കൊച്ചുങ്ങളല്ലേ. പിന്നെ ആരോടാ പറഞ്ഞ ഇതിനകത്ത് തീവ്രവാദികളാണ് കടന്നുകൂടിയത്? അല്ല സാറേ, ഈ ഒഴിഞ്ഞ കെട്ടിടത്തിൽ ആരോ കയറിയെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാമോ ഈ പിള്ളേരാണെന്ന്. സാറേ പെട്ടെന്ന് ഞങ്ങൾക്ക് കളിക്കാൻ പോകണല്ലോ, ഒന്നുകൂടെ. വിളിച്ചോണ്ട് പോടാ ഇതിലേക്ക്. ഇങ്ങനെയുണ്ടോ പിള്ളേര്? തട്ടിപ്പോ? 1000 രൂപ നോട്ട് തട്ടിപ്പ്. 1000 രൂപ നോട്ടോ? എവിടെ? എയർപോർട്ട് റോഡിലാണ്. രണ്ടുപേരാണ്. രണ്ടുപേരോ? കണ്ടാൽ ചെറുപ്പക്കാരാണ്. ഓഹോ, ഇവർ തട്ടിപ്പുകാരല്ല. 1000 രൂപയുടെ കള്ളനോട്ട് വിതറി ഈ നാടിനെ ചതിക്കുന്ന തീവ്രവാദികളാണിവർ. ഐ ആം ഷുവർ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അവരെ പൊക്കിയിരിക്കും. വാസു, കമാൺ. ഇങ്ങനെ വെച്ച് ജയിച്ചേ. താങ്ക് യു. വാസു, വാടോ ബ്ലഡി കോൺസ്റ്റബിൾസ്. അപ്പൊ എന്തായാലും നമ്മുടെ കഴിഞ്ഞ കോമഡി സീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു ടോക്ക് ടൈം, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ശരിക്കും ആ ഒരു പ്രമോ ക്ലിക്കായത് നമ്മുടെ ആ ക്ലിക്കാവുന്ന സമയത്തല്ല നമ്മുടെ കൂടെ ഒരു ടീമിലെ ഒരാൾ നമ്മളൊപ്പം ഉണ്ട്. അപ്പൊ തീരെ നിൽക്കുന്നില്ല. അവർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതല്ലേ, അപ്പൊ അതുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പൊ എന്തായാലും ഇവരുടെ ഗ്യാങ്ങിലുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പേര് ചോദിക്കാം. പേര്? എന്റെ പേര് സജാദ്. ഹാരിസ്. അഫ്സൽ. സാറ് നിങ്ങളുടെ കൂടെ നിൽക്കണ്ട. അപ്പൊ അവസാനം അറിയും സാറും മക്കളും കൂടിയിട്ട് ആകെ അടിച്ചു പൊളിച്ചത് അറിയാം അല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഫൈനൽ ഇയർ അല്ലേ? അന്ന് വന്നപ്പോ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ലീവായിരുന്നു. ജീവിത പ്രശ്നങ്ങളുമായി മുമ്പോട്ട്. ഇല്ല, ഒന്നുമില്ല. എന്ത് പറ്റി വീണ്ടും നിൽക്കാനൊരു നാണം? എന്ത് പ്രശ്നമില്ല, പിന്നും ഇങ്ങനെ നിക്കണ്ടല്ലോ. അഥവാ സംവിധായകന്മാര് വിളിച്ചാലോ അഭിനയിക്കുന്നില്ല. വീട്ടിൽ ഉമ്മ ചീത്ത അറിയോ അല്ലേ? പഠിക്കണം എന്നുള്ള ഇല്ല വരുന്നതിന്. അപ്പം വെറുതെ ഇങ്ങനെ കുറെ കുട്ടികൾ എന്നെ ഇങ്ങനെ വൈതെറ്റിക്കണ്ടെന്ന് പറഞ്ഞിക്ക് ഉമ്മ. അപ്പൊ സീനിയർ അല്ലേ? തേർഡ് ഇയർ അല്ലേ? ഫൈനൽ ഇയർ. അതിന് എന്ത് തോന്നുന്നു? 2-3 ദിവസം മാത്രമല്ലേ ഉള്ളൂ? എനിക്ക് കൂടി പോയാലും 8 ദിവസം കൂടി ഉണ്ട്. ഓ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വളരെ സന്തോഷമുണ്ട്. ഇപ്പോ ഈ കോളേജ്, ഇവിടുത്തെ സ്റ്റുഡൻസ്, ഇവിടെ എല്ലാരും ഇപ്പൊ ആ ഒരു ദിവസം കോളേജിൽ ആ ഒരു ഭംഗി അതൊക്കെ വിട്ടുപോകല്ലേ, മിസ് ചെയ്യല്ലേ? ഇനി വേറെ ലൈഫായി. എന്ത് തോന്നുന്നു? വേറെ പോവാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലേ? പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പ്ലാൻ എന്താ? നിങ്ങള് വേറെ കോഴ്സ് ചെയ്യാനോ അതോ വേറെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോവാണോ? ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണോ? CMA അല്ലെങ്കിൽ എന്താ ബിസിനസ്? CMA or MBA അതോ വിചാരം. ഇപ്പൊ അടുത്തൊന്നും എന്താ പറയാ ജോലിയിലേക്ക് പ്രവേശിക്കില്ല, കുറച്ച് പഠിച്ചൊന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ പോവുള്ളൂ അല്ലെ? അപ്പൊ എന്തായാലും അന്ന് ഞാൻ ഡയലോഗ് പറഞ്ഞപ്പോ തോന്നി? ഓ, അടിപൊളി, നല്ല രസമില്ലേനോ? ഞാൻ ഇന്നിപ്പോ ഡയലോഗ് ഇല്ല അല്ല. അപ്പൊ എല്ലാരും കൊണ്ട് പറയിപ്പിക്കും ഡയലോഗ്. അങ്ങനെ നമ്മളൊരു കോമൺ ആയിട്ട് പറയണം, എല്ലാവരും കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അധികം ടഫില്ലാത്ത ഞാൻ പറഞ്ഞു തുടങ്ങല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം ടഫില്ലാത്ത നമ്മുടെ ഒരു വേർഡ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്നല്ലേ? ഈ റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ആയി പോയ ബ്ലൂ ആയിട്ടില്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ എത്ര പേടിക്കുന്നത്? റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഇവിടെ കുറെ നേരം എല്ലാവർക്കും ഡയറക്ഷൻ കൊടുക്കുന്നു. ഒന്ന് പറഞ്ഞേ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഞാനിതൊക്കെ പറഞ്ഞപ്പോ വിചാരിച്ചു ഇവിടെ അടിച്ച് പൊളിക്കുമെന്ന് വിചാരിച്ചു. മതി, ഉള്ളത് മതിയില്ല, നമുക്ക് പറ്റാവുന്ന നമ്മൾ ചെയ്യാം അല്ലെ? കുഴപ്പമില്ല. ഒരു പാട്ടൊന്ന് പാടിക്കേ. പാടിയാ മതി. നിങ്ങളുടെ ഈ കോളേജിനെ കുറിച്ച് ഫസ്റ്റ് എപ്പിസോഡ് നല്ല അഭിപ്രായമാണ്. ആ ഒരു അഭിപ്രായം നിങ്ങൾ കളയല്ലേ. ഒരു പാട്ട്. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴை, நீருக்குள் மூழ்கிடும் தாமரை, சற்றென்று மாறிது வானிலை, பெண்ணே உன்மேல் பிழை, நில்லாமல் வீசிடும் பேரலை, நெஞ்சுக்குள் நீந்திடும் தாரகை, பொன் வண்ணம் சூடிய காரிகை, பெண்ணே நீ காஞ்சனை. ஓ சாந்தி சாந்தி ஓ சாந்தி, என் உயிரை நீ ஏற்றி ஏன் சென்றாய் சென்றனை தாண்டி, இனி நீ தான் எந்த நந்தாரி.
നല്ലൊരു കൈയടിക്ക്. ഇത്രയും നന്നായിട്ട് പാട്ട് പാടാൻ അറിഞ്ഞിട്ട് ഞാനിങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഡിമാൻഡ്, പാടാൻ പറ്റാതില്ല. ഞാൻ വെച്ച് പാട്ടൊന്നും അറിയില്ല, ഇത്രയും നന്നായിട്ട് പാടാൻ ഈ ഒരു കഴിവുണ്ടാവുമ്പോ പിന്നെ ഒരിക്കലും അതൊന്നും എന്താ പറയാ പാടാറുള്ളൂ. അങ്ങനെയുണ്ട്. സ്റ്റേജ് ഷോസിലാവുമ്പോ ആ ഇരിക്കുന്ന ഒരു 100-150 പേരുണ്ടാവും. ഇതിലൂടെ 10,000-കണക്കിന് ആൾക്കാർ കാണാണ്. എനിവേ താങ്ക്സ്. അപ്പൊ എന്തായാലും നല്ലൊരു കോമഡി സീൻ വെച്ചുതരാം. ഒരു സാറിന്റെ പേര് പറ, ഡെഡിക്കേഷൻ നിങ്ങൾക്ക്. വിനോദ് സർ. അപ്പൊ എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവില്ല ആർക്ക് കിട്ടുന്ന. അപ്പൊ എന്തായാലും ഇവർ പറഞ്ഞ പോലെ ഇവരുടെ സാറേ വിനോദ് സാർ അല്ലേ, വിനോദ് സാറിന് ഏത് ഡിപ്പാർട്ട്മെന്റാ? കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ വിനോദ് സാറിന് വേണ്ടിയിട്ടാണ് കോമഡി സീൻ ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു കോമഡി സീൻ ഉണ്ടാവും. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. അവന് ചില്ലറ കൂടോത്രമൊക്കെ ഉണ്ടെന്ന കേൾവി. അവനിന്ന് വരൂന്ന് ഉറപ്പാ. മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരൂന്ന് ഉറപ്പാ. അത് മുറുക്കി കെട്ടണേ. മോളെ ഗോട്ടി. ഹായ് ഗോട്ടി. അവൻ വരുന്നത് വരെ നമുക്ക് ഗോട്ടി കളിക്കാം. കഴുത. അമ്മ അങ്ങനെ രാത്രി എണീറ്റ് വന്നാൽ തട്ടി തടഞ്ഞ ആകെ പുലിവാലാവും. ഓ കാട്ടില് കണ്ടാ പിന്നെ അവള് ശവ. പിള്ളേച്ച ശവത്തെ കുത്തരുത്. ആ ബീഡികളാ, അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. നിന്റെ മുഖം തിരിച്ചറിയണി പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്രയും കവച്ചു വെക്കണത്? ഒച്ചുണ്ടാക്കല്ലേ എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. മാധവൻ നായരെങ്ങാനും ഭഗീരഥൻ പിള്ളയുടെ മുമ്പിൽ ചെന്ന് പെട്ട വിലക്കുറപ്പ, ആ ജീവനാന്തം വിലക്കുറപ്പാ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനോട് അനുവദിക്കില്ല. ഏ മാധവൻ നായർ, എന്തിലോ വീണു. മധുരമില്ലാത്ത പായസം പോലെ. ഇതെന്താ പിള്ളേച്ച കണ്ണിൽ 2 മുള വെച്ചിരിക്കുന്നത്? മുളയല്ലടോ, ഈർക്കില, കണ്ണടയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുയില്ലാതെ കിടന്നപ്പോ അച്ഛന്റെ കണ്ണിൽ 2 ഈർക്കിൽ വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയിലായിരുന്നു. ഇതെന്താ പിള്ളേച്ച വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്കാനല്ലടോ, തണുത്ത വെള്ളം. ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. ഒഴിക്കേ. പേടിക്കണ്ട, ഞാനാ. ലോനപ്പൻ ചതിച്ചു, ഈ സൂര്യയില്ല. ഏയ്, ലോനപ്പൻ ചതിക്കില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവോ? ചിലപ്പോ ലോനപ്പൻ ബാക്ക് വലിച്ചു. ഈ അച്ഛാ, ഒച്ച വെക്കല്ലേ. എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. ഒന്നിങ്ങോട്ട് വരുവോ? പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളേച്ച. കണ്ണിന്നാ കുന്തെടുത്ത് കള. വേണ്ടി വെള്ളത്തിൽ കാലം വെച്ച് ഞാനിപ്പോ ശരിയാക്കി തരാം. നല്ല കടല്. എവിടെ പോണ് മുട്ടിലിറങ്ങി? ആരാണെന്നാ ഒരു പേ പിടിച്ച. എന്തിനാടോ ഈ വിളക്ക് കൊടുത്തോണ്ട് വന്നേ? കള്ളം വന്നാ കാണാൻ വേണ്ടിയാ. കള്ളം നമ്മളെ കാണില്ലേ? അതെങ്ങനെ? കറണ്ട് പോയിരിക്കല്ലേ? കൊണ്ടുപോയി അകത്ത് വെക്കണോ? കതറിട്ട കഴുത. വെറുതെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷി. ഇതെങ്ങനെ ഒടിഞ്ഞു വന്നത്? നടു അയ്യോ, എന്ത് പറ്റി പിള്ളേച്ച? ഉള്ളാണി പാപ്പന്റെ ബാധ കയറിയോ? കാൽ ഹാഫ് ബോയിൽഡ് ആയടോ. കാലിന്റെ അടിഭാഗം പൊള്ളിന്ന്.
പുറത്തിറങ്ങുകയാണെങ്കിൽ വിടരുത് അവനെ. താനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം. താൻ എങ്ങോട്ട് പോന്നു? ഞാൻ അടുക്കള വരെ പോണ എണ്ണ എടുത്ത് ഒഴിക്കണ്ടേ? എണ്ണ ഇവിടെ നില്ലടോ. അവൻ കെണിപ്പെട്ട ഒന്നേ നോക്കിയിട്ട് വരാം. ഈ പോത്തത് എവിടെ പോയി കിടക്കുക? എടാ മാധവ, ഇങ്ങടെ ഇറങ്ങി വാടാ. പിള്ളാച്ചന്റെ വീട്ടിൽ കക്കം 15 മിനിറ്റ് പറയുന്നത് പറഞ്ഞോണ്ടാ ഞാൻ ഫീസ് ഊരി തന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ വകയറടാ. നീ പറയുമ്പോ കുത്താനും ഊരെ ഞാൻ നിന്റെ അപ്പന. എടാ മാധവ, ഞാൻ ഫീസ് കുത്താൻ പോകുന്നു. അവസാനം പിള്ളാച്ചൻ പിടിച്ചു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത കാലം വന്ന. എന്താ കംപ്ലൈന്റ്? സിവിലാ ക്രിമിനലാ? ഇവനൊന്നും മനുഷ്യനെ കണ്ടില്ലേ? ചെന്തു വണ്ടിയോ? അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ആരാ? അയ്യോ, എന്തൊക്കെയുണ്ട് കൊച്ചിനേട്ടാ കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ, ദേ കായംകുളം കൊച്ചിനേട്ടൻ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. ഓടി പോടാ. എടാ, മരപ്പെട്ടി, എന്താ രസം കാണാൻ. എവിടെ? അതെ, കോട്ടി കോട്ടി. എന്തു വെച്ചാ കാലിന്? ഒന്നുമില്ല, കാലൊന്ന് പൊള്ളി, തൊലി പോയി. സാരമില്ല. നീ അയൽക്കാരേക്ക് ഒന്ന് വിളിക്ക്. മീശയുടെ തൂക്കം ഒന്ന് കാണാൻ. എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്കുക. എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് ഇവിടെ? എന്താ ഒന്നുമില്ല ശാന്തമേടത്തി, ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ. അല്ലല്ല, ഞങ്ങള് തമ്മിൽ ലവ്വാ. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേച്ചനെ അറിഞ്ഞിട്ട് എന്നെ എലിക്കണി വെച്ച് പിടിച്ചിരിക്കുക. നോണേ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിൽ നിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? പിന്നെ നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളേച്ച. ചെവി ഇങ്ങടാ. വേണ്ട വേണ്ട, നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ഞാൻ ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഉളിക്കെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. രുക്മിണിയായി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷായിട്ട് വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട പോലെ, അവൻ തോക്കുമായിട്ട് വന്ന് നടുമുറ്റത്തൊരു ശവം വീഴും. നമുക്ക് ഇനിയിപ്പോ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാമേ. ഓം താരാബി ചരിത് കൊൺബലവത്തന കാപ്പലുമയത്തും തോം തോം തോം. അപ്പൊ എന്തായാലും നമ്മുടെ ടോക്ക് ടൈമിലെ ഇന്നത്തെ എപ്പിസോഡിലെ സമ്മാനം നമുക്കറിയാം ജിൻസിക്കാണ്. അപ്പൊ ജിൻസി നമുക്കറിയാം ഫസ്റ്റ് എപ്പിസോഡിലെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. അപ്പൊ നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുന്നു, ആരെങ്കിലും വെട്ടിക്ക് വന്ന് അപ്പുറത്തുനിന്ന് മാറി നിന്നിട്ട് ആരും വെട്ടിക്കൽ വെട്ടിക്കൽ അങ്ങനെ പേടിച്ചോ? അങ്ങനെയല്ല പ്രാർത്ഥിച്ചോ? ഇല്ല, പ്രാർത്ഥിച്ചൊന്നുമില്ല. തോന്നി ആദ്യമായിട്ടാണ് സമ്മാനം കിട്ടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട്, അതിപ്പോ സ്റ്റേജ് ആയാലും ശരി, ടി വി ആയാലും. എന്തായാലും ഒരു എന്റർടൈൻമെന്റ് ലെവലിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ? ജിൻസിക്ക് നമ്മുടെ കടത്തനാട് ചാനൽ നൽകുന്ന നല്ലൊരു സമ്മാനം. ഒന്ന് കൈയടിക്കാതെ. രണ്ടുപേര് പാട്ടാണ് കാരണൂടാ. അതുകൊണ്ട് ഓക്കെ. അപ്പൊ എന്തായാലും ഇവരുടെ സമ്മാനമൊക്കെ കൊടുത്തു. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും ഇനിയും ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും അവരുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും ബൈ ഫ്രം ആദിൽ.